ഹായ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രീൻ ചിക്കനാണ്. ഇത് ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പെരക്കി വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു 5-10 വെളുത്തുള്ളി മിക്സിൻ്റെ അടുത്തിടുക. ഇതിൽ നമ്മൾ ചുവന്ന മുളക്, മല്ലി, ഇങ്ങനെ ചിക്കൻ മസാല ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരു നല്ല പിന്നെ നമുക്ക് പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതിലിടാം. മെയിനായിട്ട് ഇതിൻ്റെ പച്ചമുളകും കുരുമുളകും ആണ് ഇതിൻ്റെ സാധനം, എരിവിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ചുവന്ന മുളക് ഒട്ടും ഉപയോഗിക്കുന്നില്ല, മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല, ചിക്കൻ മസാല ഉപയോഗിക്കുന്നില്ല, ഗരം മസാല ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക. മസാലകൾ റെഡിയാക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് നാരങ്ങ നീര്. നാരങ്ങ നല്ല ഉടച്ചാൽ നല്ല നീര് കിട്ടും. ഉടച്ചു കൊടുക്കുക. നാരങ്ങ നീര് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ 2 ഭാഗവും ഞാൻ ഒരു മൊത്തം നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുഴച്ച് ഒരു 10-15 മിനിറ്റ് റെഡിയാക്കി തയ്യാറാക്കി വെക്കാം. അപ്പോൾ വേറെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കാം. റെഡിയാക്കി കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ച് ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഒരു കെട്ട് മല്ലിച്ചപ്പുണ്ട്, അതിൻ്റെ നേരെ പകുതി നമുക്ക് എടുക്കണം. നമ്മൾ മല്ലിച്ചപ്പെല്ലാം കഴുകി നല്ല ക്ലീനാക്കി വെച്ച് മിക്സിയിലിട്ട് മല്ലിച്ചപ്പൊന്ന് അരച്ചെടുക്കുക. മല്ലി ചപ്പൊന്ന് പേസ്റ്റാക്കി വെച്ച് നമുക്കൊന്നിട്ട് മല്ലിച്ചപ്പിൻ്റെ പേസ്റ്റ്. ചിക്കൻ കുറവേ ഉള്ളൂ, അതുകൊണ്ടാണ് പകുതി മല്ലിച്ചപ്പിൻ്റെ എടുത്തത്. ചിക്കൻ കൂടുതലുണ്ട്, അതിനനുസരിച്ചിട്ട് ഇതെടുക്കണം. ഇഷ്ടമുള്ള ആൾക്കാർ മറ്റേ പുതിനയും ഒരു 2-3 ഇല പുതിനയും ഇതിലിടാം. എൻ്റെ പേസ്റ്റ് റെഡിയാക്കി. ഇനി നമുക്ക് ഒരു
പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും ഒന്ന് അരച്ച് എടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്ത് അതൊരു ബൗളിലാക്കി കൊടുക്കാം. അതും ഒരു ബൗളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ലാസ്റ്റോട്ട് ഇടും, ആദ്യം ഉള്ളി നമുക്ക് മുറിക്കാം, നീളത്തിൽ മുറിക്കാം, എന്നാലും അതിൻ്റെ ഭംഗി ഉണ്ടാവും. ചീനച്ചട്ടി ചൂടായ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കരിയാമ്പല ഇട്ട് കൊടുക്കാം. കരിയാമ്പല ഉള്ളി കരിയാമ്പിലൊരു 2-3 ഇല്ലി ഇട്ട് കൊടുത്തിന്. പക്ഷേ ഇതിലൊരു മസാല, ഒരു ഏലക്കയോ ഗ്രാമ്പോ പട്ടയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് നല്ലൊരു ഇതെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഉള്ളാക്കെല്ലാം നല്ല കഴിക്കാൻ നല്ല ചിക്കൻ കഴിക്കണമെന്ന് വിചാരിച്ച ഈ മസാലകൾ ചിലയാൾക്ക് അധികം പിടിക്കില്ലല്ലോ. അപ്പം മസാല ഇല്ലാത്ത ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ മല്ലിച്ചപ്പ് ഉണ്ടായതിൽ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ തൈര്, ഫ്രഷ് ക്രീം കുറച്ച്, ഇങ്ങനെ നല്ല ഒരു ഇതെല്ലാം. മല്ലിച്ചപ്പിലെ ശരീരത്തിന് നല്ല ബ്ലഡ് ശുദ്ധിയാകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയാലേ നല്ല ടേസ്റ്റ് ഉണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ്. ഉള്ളി ഒന്ന് വഴറ്റാം. ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കനിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ പോയാലും കുഴപ്പമില്ല, കൂടുതലായാലും നമുക്ക് ബുദ്ധിമുട്ട്. അധികം വാടണ്ട. ഇനി ഇതിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ച് ഒന്ന് വാടിക്കൊടുക്കണം. നമുക്ക് മുളക് പൊടിയൊന്നും നോക്കുന്നില്ല അല്ലേ ഇതിന്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു ചെറിയൊരു ഗ്ലാസ്സിന് ഒരു കുരുമുളക് പൊടി. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ല ഇനി നമുക്ക് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും നല്ല ജീരകവും കൂടി അരച്ചതാണ്. ഇതൊരു സ്പൂൺ ഇട്ടു. നന്നായി ഇതിൻ്റെ ഒരു പച്ച ചോയ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മല്ലീൻ്റെ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ടു. പച്ച ചോയെല്ലാം മാറി വെളുത്തുള്ളി ഇനി അരച്ച് വെച്ച മല്ലീൻ്റെ പേസ്റ്റ് ഇട്ടു.
കുക്കറൊന്ന് നല്ല ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായി വെച്ചിട്ട് ഇനി നമുക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിന് പേസ്റ്റ് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്. അഞ്ചിട്ട് അടിച്ചു നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1/4 കപ്പ് തൈര് എടുത്തിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായി നമുക്ക് തുറന്ന് നോക്കാം. തൈരിൻ്റെ എല്ലാം നല്ല എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് കുറവാണ്. ആയിട്ടുണ്ട്. ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒരു വെള്ളം ഇട്ട് കൊടുക്കണ്ട. പാത്രം കഴുകിയ ഇതെല്ലാം അരച്ചതിൻ്റെ പാത്രം കഴുകിയ വെള്ളം മാത്രം മതി. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയിട്ട് നേരെ കാത്തിരിക്കുക. പിന്നെ ഈ ചിക്കൻ ട്യൂബ് എന്ന് പറയാൻ നിങ്ങൾക്ക് വേണമെന്നാക്ക് ഇട്ട് കൊടുക്കുക. അല്ലാത്താക്ക് ഇഷ്ടമില്ലാത്താക്ക് ഇട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ ഒരു പകുതി, ഒരു കട്ടേൻ്റെ പകുതി ഇരുട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് അത് താളിക്കാം. അതിൻ്റെ മേലെ ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നല്ല ഭയങ്കര ടേസ്റ്റായിരിക്കും. ബട്ടറിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബട്ടറിൽ ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റ്. തക്കാളി ഉള്ളി അത് ഇറക്കി വെക്കാനാണ് നമ്മൾ ഒരു ഭംഗിക്കായിട്ട് വട്ടത്തിൽ മുറിച്ച് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. വട്ടത്തിൽ വേണമെങ്കിൽ ഒരു 4 കഷ്ണമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉള്ളി മുറിക്കുക. ഓരോരുത്തരും ഇഷ്ടം പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും മുറിക്കാം. ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കി വെക്കാം. അല്ലെങ്കിൽ 1 സ്പൂൺ മതി. 1 സ്പൂൺ നല്ല നിറച്ച് 1 സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഇതായിക്കോളൂ. നന്നായി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല വറ്റി നമ്മളിട്ട് നിങ്ങളിഷ്ടം 1-2 സ്പൂണിലെടുക്കുക. എരിവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ എരിവിനനുസരിച്ച് ഇടാം. നിങ്ങൾക്ക് ഉള്ളി ഇനി നമുക്ക് ഒന്ന് താളിച്ച് ഇടാം. താളിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ബട്ടറിലോ താളിച്ചിടുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടറിലോ നെയ്യിലോ.
ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഒന്നാം തരം ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് മഞ്ഞളും ഇല്ല, മല്ലിപ്പൊടിയില്ല, ഗരം മസാല പൊടിയില്ല, അങ്ങനെ മഞ്ഞൾ പൊടിയും ഇല്ല. മഞ്ഞൾ പൊടി നമ്മൾ ചിക്കൻ കഴുകിയിട്ട് മഞ്ഞൾ പൊടിയിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടിന്. അതുകൊണ്ട് മഞ്ഞൾ പൊടി വേണ്ടാക്ക് ഇടാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഐറ്റംസ് കൂടി വേണം, കസ്തൂരി മേത്തി. അത് ഒരു ശകലം പൊടിച്ച് ഇട്ട് കൊടുക്കണം ഇറക്കാനാകുമ്പോൾ. പക്ഷേ കസ്തൂരി മേത്തി കിട്ടാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളുമായി സൂപ്പർ ടേസ്റ്റായി. ഇത് പത്തിരിക്കോ വെള്ളിയപ്പത്തിനോ ചപ്പാത്തിക്കോ കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചോറിനും കുഴപ്പമില്ല, നല്ല തന്നെ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് രാവിലത്തെ നമ്മൾ ചപ്പാത്തി, വെള്ളിയപ്പം, പത്തിരി, അങ്ങനെ ദോശ, അതിനെല്ലാം ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. ഇത് കാണുന്ന പോലെ ഒന്നല്ല, ഇത് ഉണ്ടാക്കിയൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യണം. എന്നുവെച്ചാൽ എല്ലാവർക്കും മസാലകൾ ഇഷ്ടമാവില്ലല്ലോ. ഈ കൊളസ്ട്രോളെല്ലാം ഉള്ളാക്ക് മസാല കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുഴപ്പമില്ല. പച്ചമുളകും കുരുമുളകും മല്ലിച്ചപ്പുമാണ്, ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ മെയിനായിട്ട് നല്ല. ഞാൻ ഒറ്റൊരു ഉള്ളീൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഒരു ഉള്ളി ഇറക്കാനാകുമ്പോൾ അത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നു. കൂടുതൽ ഉള്ളീൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇതാക്കാനും ഒന്ന് മേലെ ഇടക്കുക പോലെ ഇറക്കാനാകുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 ഉള്ളി മാത്രം. മേലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണ്ടെങ്കിൽ ഒരു ഉള്ളി മാത്രം മതി. ഉള്ളീൻ്റെ കൂടുതലൊന്നും ചിലവില്ല. സാധനത്തിന് കുറച്ചൊരു ഇതുണ്ട്. തൈര്, ഫ്രഷ് ക്രീം 1 സ്പൂണ്, നല്ല നിറച്ച് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഉണ്ടാക്കി നോക്കണം, അന്നേരേ അതിൻ്റെ ഭംഗി തിരിയും. അങ്ങനെ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കണ്ട് ഇതായിട്ട് കേപ്പ് ചെയ്ത് പോറും. എന്തായാലും ഒരു ലൈക്കൊന്നും തരിക. എനിക്ക് സപ്പോർട്ട്, തീർച്ചയായും നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ടത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കെ.